അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി നല്ല ടേസ്റ്റുള്ള പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് രാഗിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇത് നട്ട്സ് പൗഡറാണ് കേട്ടോ. ഞാൻ വാൾനട്ടും ബദാമും അണ്ടിപ്പരിപ്പും കൂടി പൊടിച്ചെടുത്തതാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ശർക്കര ഉരുക്കിയെടുത്തതാണ്. അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വാനില പൗഡറുള്ള കാരണം ഞാൻ വാനില പൗഡറാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ആണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് തിക്കായി തോന്നണമെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മളെ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ശർക്കര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി. അരയ്ക്കുന്ന സമയത്ത് 3-4 ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിലോട്ട് ഒരു പാൻ വെക്കാം. പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ അതൊന്ന് കുക്കായി കിട്ടും വേണ്ട, രാഗിയും റവയ്ക്കൊന്ന് കുക്കായി കിട്ടും വേണം. അതുകൊണ്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ പാൻ കേക്കും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. ഇപ്പം നട്ട്സ് കഴിക്കാനും അതുപോലെ തന്നെ രാഗി കഴിക്കാനൊക്കെ മടിയുള്ള പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന 1-2 കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൻ കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് തേൻ ഒഴിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോഴേ നല്ല ടേസ്റ്റ്. അപ്പോൾ പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴത്തിൻ്റെ മധുരവും അതുപോലെ തന്നെ ശർക്കരയുടെ മധുരമാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്കാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.